രാവിലെ 9:12 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നിഫ്റ്റി ഏകദേശം ഒരു 110 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗണും അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 476 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗണാണ് കാണിക്കുന്നത്. ഏകദേശം നമ്മുടെ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. അതായത് ഇന്നലത്തെ നല്ല മൂവ്മെൻറ്റ് തന്നിരുന്ന 2 ക്യാൻഡിൽസിൻ്റെ അടുത്താണ്. ഒരുപക്ഷെ ഇവിടുന്ന് തിരിച്ചിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും അത് ഏകദേശം നമ്മുടെ സപ്പോർട്ടിനെ കുറച്ച് മുകളിലായിട്ട് നേരത്തെ ഡേ ലോ ആ ഏരിയയിലൊക്കെ ആയിട്ടാണ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അവിടുന്ന് എങ്ങോട്ടാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളതിനനുസരിച്ചിട്ട് ഇന്ന് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 24,600 പുട്ട് ഓപ്ഷനാണ് എൻ്റെ എടുത്തത്. എൻ്റെ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും അപ്പ് സൈഡിലേക്ക് ഒരു മൂവ് തന്നു. അതിന് ശേഷം കുറച്ച് നേരം സൈഡ് വൈസ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ഏകദേശം ഒരു 10 മണി ഒരു 9:50 9:48 ക്യാൻഡിലിൽ ഒരു റിജക്ഷൻ അടിച്ചിട്ട് താഴത്തേക്ക് ഒരു ഫോളോ വന്നു. അവിടുന്ന് ശേഷം വീണ്ടും നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് തന്നെ ഒരു ഹാമർ ക്യാൻഡിൽ 10:03 ക്യാൻഡിലിൽ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് അപ്പ് സൈഡ് പോയിട്ട് പിന്നെ വന്നിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തത്. ഏകദേശം 10:09 ക്യാൻഡിൽ. അതിന് ശേഷം വന്ന രണ്ടാമത്തെ ക്യാൻഡിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു 400-500 രൂപയുടെ അടുത്ത് ലോസിലാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്കുള്ള ഒരു ഫോള് വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇന്നലത്തെ പോലെ തന്നെ ഡേ ഹൈയിലും ഡേ ലോയുടെ ഇടയിൽ തന്നെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രീമിയത്തിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും കാണാനൊന്നുമില്ല രണ്ട് സൈഡിലേക്കാണെങ്കിൽ കൂടിയിട്ട്. ഒരുപക്ഷെ ഇവിടുന്ന് താഴേക്ക് ഒരു ഫോൾ വരച്ചെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ സൈഡ് വേസ് കുറേ നേരം നിന്നിട്ട് അവസാനം നിമിഷം അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് രണ്ട് സൈഡിൽ നിർത്തിട്ട് പിന്നെ ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻ്റാണ് ചിലപ്പോൾ ഇന്നുണ്ടാവാനുള്ള ചാൻസ്. അതിപ്പോൾ താഴേക്കാണ് കൂടുതൽ ചാൻസ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് മൂവ് ചെയ്തതിന് അത്യാവശ്യത്തിന് ഒരു 1% അബവ് മൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അതിന് ശേഷം ഇനി റിവേഴ്സിൽ വരികയാണെങ്കിൽ നിഫ്റ്റി അതേപോലെ തിരിച്ച് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇവിടുന്ന് എങ്ങോട്ടാണ് മൂവ് എന്നുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത്യാവശ്യത്തിന് ഒരു മൂവ് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത എൻട്രിയിൽ നിന്ന് തന്നെ സെയിം അവിടെ നിന്നാണ് കറക്റ്റ് ഒരു ഫോള് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വ്യൂ കറക്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ പലപ്പോഴും നമ്മുടെ മെയിൻ ചാർട്ടിൽ അല്ലാണ്ട് തന്നെ നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ 200 EMI മുകളിലേക്ക് വന്ന് ടച്ച് ചെയ്യണ സമയത്ത് അവിടുന്ന് റിജക്ഷൻ കാണിക്കാറുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണെന്ന് ക്യാൻഡിൽ ചെന്ന് ടച്ച് ചെയ്തത്. പിന്നെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുന്ന് ഇനി തിരിച്ച് റിവേഴ്സലായി പോകുമോ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ 1:2.5 മുകളിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ഇപ്പം ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ട് ഒരു ഇമോഷൻസ് ഇല്ലാത്ത രീതിയിൽ പരമാവധി എക്സിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ചതിനും കൂടി നമുക്ക് നോക്കി നോക്കാം. ഓവറോൾ ഇന്നലത്തെ ഫസ്റ്റ് എൻട്രി പോലെ തന്നെ ഫുള്ളായിട്ട് ലോസിൽ എക്സിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് 1:1.5 അല്ലെങ്കിൽ 2 ഒക്കെ ആയാൽ തന്നെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒന്ന് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാം. കാരണം ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയതാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. ചിലപ്പോൾ പ്രീമിയം കുറേ നേരം നിന്നിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ട് എക്സിറ്റ് ആകുമ്പോൾ എന്താ ഇഷ്യൂ വരികയെന്ന് വെച്ചാൽ പ്രീമിയം ഭയങ്കര പോലെ മെൽറ്റ് ആവാം. ചെറിയൊരു മൂവ്മെൻറ്റ് താഴേക്ക് വന്നാലും കൂടിയിട്ട് നമ്മുടെ പ്രീമിയത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് അവിടെ എന്നുള്ളത്. എന്തായാലും ഇന്ന് പ്രോഫിറ്റിൽ ഒറ്റ ട്രേഡ് കൊണ്ട് കൂടിയിട്ട് ഇന്നത്തെ ട്രേഡ് എന്തായാലും അവസാനിപ്പിക്കും. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒന്നും വലിയ മൊമെൻറ്റം കാണണമെന്നില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ ചിലപ്പോൾ ഒരു 50-50 ചാൻസാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും രാവിലെയുള്ള ഒറ്റ ട്രേഡ് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എടുത്തിട്ട് എന്തായാലും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും.